ഫ്രണ്ട്സ്, എല്ലാവർക്കും എജർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചാർക്കോളിൻ്റെ സോപ്പാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെച്ചപ്പോൾ തന്നെ കുറച്ച് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഇത് കോൾഡ് പ്രോസസ് ചെയ്ത സോപ്പാണ്, എങ്ങനെയാണ് സോപ്പ് ചെയ്തിരിക്കുന്നത്, ഉള്ളിൽ എങ്ങനെയാണ് ഡിസൈൻ വന്നിരിക്കുന്നതൊക്കെ ഉള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു സോപ്പ് എങ്ങനെയാണ് ചെയ്തിരിക്കണതെന്ന് നോക്കാം. മെയിനായിട്ട് നമ്മുടെ ഓയിലി സ്കിന്നുള്ള ആളുകൾക്കൊക്കെ യൂസ് ആക്കാൻ പറ്റുന്നൊരു സോപ്പാണ് ചാർക്കോൾ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചാർക്കോളിൻ്റെ ബേസാണ് എടുത്തിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചിരട്ടക്കരി കത്തിച്ചിട്ട് അങ്ങനെയും ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് ഷിയ ബട്ടറിൻ്റെ ബേസാണ്. ചാർക്കോളിൻ്റെ ബേസ് നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ എടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു 300 ഗ്രാമിൻ്റെ അടുത്താണ് ഈ ഒരു ബേസ് നമ്മൾ മെഷർ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി നമ്മൾ ഡബിൾ ബോയിൽ മെത്തേഡ് പ്രകാരം അത് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അതേ വെള്ളമൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ആ ഒരു പാത്രവും കൂടെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ബേസ് അവിടെ ഇരുന്ന് മെൽറ്റ് ആവട്ടെ. അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ലോഫിൻ മോൾഡിലാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് ഇത്തിരി ലെങ്ത് ആയിട്ടുള്ള മോൾഡാണ്. ഇതിൻ്റെ ചെറിയ മോൾഡ് കിട്ടും. അപ്പോൾ നമ്മൾ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഒരു കാർഡ്ബോർഡ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് ഒരു മോൾഡ് ഇറക്കി വെച്ചിരിക്കുന്നത്. എന്നിട്ട് രണ്ട് സൈഡിലായിട്ട് നമ്മൾ ഇതുപോലെ ടേപ്പ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ബേസ് ഒഴിക്കുമ്പോൾ ചിലപ്പോൾ വിടർന്ന് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പോകാതിരിക്കാനാണ് ആ ഒരു ടേപ്പ് ഒട്ടിച്ചിരിക്കുന്നത്. അടുത്തായിട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഷിയ ബട്ടറിൻ്റെ ബേസാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് തിന്നായിട്ടല്ല കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്, ഇച്ചിരി കട്ടിയോട് കൂടിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ വളച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ രൂപത്തിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വളച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൈ തന്നെ വെച്ച് ഇങ്ങനെ ചെയ്താലും മതിയാകും. ഇല്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ഷേപ്പ് കിട്ടുന്ന രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മുഴുവനായിട്ടും ഏകദേശം ഒന്ന് പീസാക്കി കട്ട് ചെയ്ത് ഒന്ന് വളച്ചെടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതുപോലത്തെ ലോഫിൻ മോൾഡൊക്കെ കയ്യിലുള്ളവർക്ക് വെറൈറ്റി ഒക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ചെയ്ത് നോക്കാവുന്ന ഒരു സോപ്പാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ചാർക്കോളിൻ്റെ സോപ്പ്. ചാർക്കോളിന് പകരം നമുക്ക് ഏത് ബേസ് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ബേസ് മുഴുവനായിട്ടും ഇതുപോലെ കട്ട് ചെയ്ത് ഒന്ന് വളച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം കേട്ടോ ആ ഒരു മോൾഡിൽ. അപ്പോൾ ഇത് നമ്മൾ ആ ലോഫിൻ മോൾഡിൽ ഇനി ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാനും ചെയ്യുന്നത്. എങ്ങനെയാകും എന്താകുമെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഇത് മുഴുവനായിട്ട് നമ്മളിത് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷിയ ബട്ടറിൻ്റെ ബേസിന് പകരം നമുക്ക് ഗോഡ് മിൽക്കിൻ്റെ ബേസൊക്കെ യൂസ് ആക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഷിയ ബട്ടറിൻ്റെ ബേസ് ഒരുപാട് തിന്നായിട്ടല്ല കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്, ഇത്തിരി തിക്കായിട്ടാണ്. നമുക്കിതിൻ്റെ മുകളിൽ വീണ്ടും ബേസ് വരാനുള്ളതാണ്. അപ്പോൾ ചൂടോടുകൂടി ഒഴിക്കുമ്പോൾ വളരെ തിന്നാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മെൽറ്റായി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ നമ്മൾ മുഴുവനായിട്ടും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ചാർക്കോളിൻ്റെ ബേസ് ഇവിടെ നിന്ന് മെൽറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കരുത്. ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞ് വെള്ളം തിളച്ച് നമ്മുടെ ആ ഒരു ബേസിനുള്ളിൽ വീഴാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ വൈറ്റമിൻ ഇയുടെ ഓയിലാണ് ചേർക്കുന്നത്. ഇനി വൈറ്റമിൻ ഇയുടെ ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്യാപ്സ്യൂൾ മേടിക്കാൻ കിട്ടും, അത് ചേർത്താലും മതി കേട്ടോ. ഇപ്പോൾ ഏകദേശം 1 ml ഒക്കെ അടുത്തോളം നമ്മൾ വൈറ്റമിൻ ഇയുടെ ഓയിൽ ചേർത്തിട്ടുണ്ട്. ഈ ഒരു ചാർക്കോളിൻ്റെ ബേസിൽ ഓൾറെഡി എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്താണ് വരുന്നത്. അതുകൊണ്ട് വേറെ ഇനി എക്സ്ട്രാ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ അതിലേക്ക് ജസ്റ്റ് സ്മെല്ലിന് വേണ്ടിയിട്ട് ഫ്രാഗ്രൻസ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മളിപ്പോൾ ഇലഞ്ഞിയുടെ ഫ്രാഗ്രൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ ഇലഞ്ഞിയുടെ. ഫ്രാഗ്രൻസും കൂടെ ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ആക്കുന്നുണ്ട്. എന്നിട്ട് ഒട്ടും സമയം കളയാതെ തന്നെ നമ്മുടെ മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ തന്നെ മുകളിൽ ഇങ്ങനെ പാട കെട്ടിയ പോലെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി മോൾഡിലോട്ട് ഒഴിക്കാനായിട്ട് പോവുകയാണ്. ഈ ചാർക്കോളിന് പകരം നമുക്ക് വേറെ ഏത് ബേസ് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്ത് നോക്കാവുന്നതാണ് ഇങ്ങനത്തെ ഡിസൈനർ സോപ്പൊക്കെ. അപ്പോൾ നമ്മളിങ്ങനെ കുറേശ്ശായിട്ട് ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒഴിച്ചു വന്നപ്പോൾ മുഴുവനായിട്ടും ആ ഒരു ഷിയ ബട്ടർ ഇങ്ങനെ മുങ്ങിക്കിടക്കുന്ന രീതിയിലല്ല വന്നിരിക്കുന്നത്. കുറച്ചൊക്കെ കാണാൻ പറ്റും കേട്ടോ അതിന് മുകളിലായിട്ട്. പിന്നെ നമ്മൾ വീണ്ടും ഒരു 200 ഗ്രാമിൻ്റെ അടുത്ത് ബേസ് നമ്മൾ ചൂടാക്കി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം അതിന് മുകളിൽ വരുന്ന ആ ഒരു പതയൊക്കെ നമുക്ക് റബ്ബിംഗ് ആൽക്കഹോൾ ഉപയോഗിച്ച് സ്പ്രേ ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ജസ്റ്റ് റബ്ബിംഗ് ആൽക്കഹോളും കൂടെ ഒന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫൈനലി ഇത് ഇതുപോലെ ആയിരിക്കും കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ 500 ഗ്രാമിൻ്റെ അടുത്താണ് നമ്മൾ ചാർക്കോൾ ബേസ് എടുത്തിരിക്കുന്നത്. ഇത്രയും ഹൈറ്റിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഏകദേശം ഒരു 3-4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിത് അൺമോൾഡ് ചെയ്ത് നോക്കാം കേട്ടോ. എങ്ങനെയാണ് ഈ സോപ്പ് കിട്ടിയിരിക്കുന്നത്, ഉദ്ദേശിച്ച രീതിയിൽ കിട്ടിയോ എന്നൊക്കെ നോക്കാം. അങ്ങനത്തെ നമ്മൾ 2 സൈഡിലും ഒട്ടിച്ചിട്ടുണ്ടായിരുന്ന ഒരു ടേപ്പ് ഇങ്ങനെ ഇളക്കി മാറ്റുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ സോപ്പ് ആ ഒരു ബോക്സിൽ നിന്ന് എടുത്തിട്ട് നമുക്കിനി അൺമോൾഡ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്, ഉദ്ദേശിച്ച രീതിയിൽ വന്നിട്ടുണ്ടോ ഇല്ലയെന്നൊക്കെ പറയാവേ. അപ്പോൾ നമ്മൾ സോപ്പ് മോൾഡിൽ നിന്ന് അൺമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറകുവശമാണ് കാണുന്നത്. നല്ല അസലായിട്ട്
പുറകുവശം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമുക്ക് കട്ടിംഗ് മെഷീനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ല ഭംഗിയായിട്ട് കട്ട് ചെയ്തെടുക്കുക. ആ ഒരു മുകളിൽ വന്നിരിക്കുന്ന ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടൊക്കെ എടുക്കാറുണ്ട്. കട്ടിംഗ് മെഷീനൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഉള്ള ഐറ്റംസൊക്കെ വെച്ച് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ടിംഗ് മെഷീൻ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ല ഭംഗിയായിട്ട് കിട്ടിയാണ്. എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ സോപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഉദ്ദേശിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പുറകുവശിരിക്കുന്നുണ്ട് ആ ഒരു രീതിയിലാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും കുഴപ്പമൊന്നുമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സോപ്പ് കിട്ടിയിട്ടുണ്ട്. സോപ്പിന് നല്ല തിക്നെസ് ഉണ്ട്, അതുപോലെ തന്നെ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇതുപോലെ ഒരു മെഷർമെൻറ്റ് എടുത്തിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കാറുണ്ട്. ഇതിപ്പോൾ മെഷർമെൻ്റ് ഒന്നും ഇല്ലാതെയാണ് കേട്ടോ, ഏകദേശം ഒരു അളവ് വെച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ സ്ക്വയർ ടൈപ്പിലൊരു സോപ്പ് നമ്മൾ മുന്നേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതെടുത്തിട്ട് അതിൻ്റെ അളവ് നോക്കിയിട്ടാണെങ്കിലും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയാകും. എന്തായാലും നമ്മുടെ സോപ്പ് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇതിന് മുന്നേയും നമ്മൾ ഡിസൈനർ സോപ്പൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ സോപ്പുകളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ താഴെ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. കണ്ട് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാർക്കോളിൻ്റെ സോപ്പും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. എന്തായാലും കഷ്ടപ്പെട്ടത് വെറുതെ ആയില്ല, അതിന് നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ സോപ്പ് മേക്കിങ്ങിനുള്ള മെറ്റീരിയൽസ് എല്ലാം അവൈലബിൾ ആണ്. നമ്മൾ പോസ്റ്റ് വഴിയും അതുപോലെ തന്നെ കൊറിയർ വഴിയും അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം വാങ്ങാനൊക്കെ ആയിട്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഗ്ലിസറിൻ ബേസിലുള്ള സോപ്പുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.